ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ നാളെ ഒരു പ്രത്യേകതയുണ്ട്. നാളെ ഞാൻ ജോയിൻ ബാക്ക് ടു മൈ ജോബ് ആണ്. ഇന്ന് എൻ്റെ വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ്. വെക്കേഷൻ തീരുമ്പോൾ സാധാരണഗതിയിൽ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സ് കൈവിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്യുമ്പോഴും കൈവിട്ട് പോകാറുണ്ട്. സോ അങ്ങനെയൊക്കെ എല്ലാം കൂടി ഇങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇന്ന് നമുക്ക് ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കുക എന്നുള്ളത്. അതിനു മുമ്പ് നാളെ മുതൽ എൻ്റെ 9 to 5 വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് ഞാൻ വീടെത്തുമ്പോൾ എങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റുമോ, വീഡിയോസ് കാണാൻ പറ്റുമോ നിങ്ങളെന്നൊന്നും എനിക്കറിയില്ല. നോർമലി ഐ യൂസ് ടു ബി വെരി ടയേർഡ്. എനിവേ ലെറ്റ്സ് സീ. വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് ഇനിയും സംസാരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നോക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സ് പല സമയത്ത് നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ വരാറുണ്ട് അല്ലേ? ചില സമയത്ത് നമ്മുടെ മനസ്സ് നമുക്ക് എഗൻസ്റ്റ് നിൽക്കും. നമുക്ക് ഒരുപാട് വെയിറ്റിംഗ് ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. പുറമേയുള്ള എന്തിനേക്കാളും ഭാരം നമ്മുടെ മനസ്സിനാണെന്ന് തോന്നും. ആവശ്യമില്ലാത്ത പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകും. ചില കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട എന്ന് നമ്മൾ എവിടെയൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്ന അവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോയി ചിന്തിപ്പിക്കും. നമ്മളെ ചിലപ്പോൾ വേദനിപ്പിക്കും, കരയിപ്പിക്കും. ചിലപ്പോൾ കരയാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിൽ ഇങ്ങനെ ഇട്ട് മരവിപ്പിക്കും. അങ്ങനെയൊക്കെ പല സമയത്ത് നമ്മുടെ മൈൻഡ് നമുക്ക് എഗൻസ്റ്റ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുകയും നമ്മൾ ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഈ മനസ്സിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി അനുസരിപ്പിക്കാൻ, അതായത് അനുസരണയില്ലാത്ത കുട്ടിയെ പോലെ നിൽക്കുന്ന നമ്മുടെ മനസ്സിനെ അടി കൊടുത്ത് വടിയെടുത്ത് പേടിപ്പിച്ച് അനുസരിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും പറയുകയാണെങ്കിൽ ലൈക്ക് ഇത് ഒരു ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ അങ്ങനെ പറയാം. അതായത് നമ്മുടെ ബ്രെയിൻ ഒരു ഹാർഡ്വെയർ ആണെങ്കിൽ നമ്മുടെ മനസ്സൊരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. അപ്പോൾ ഈ മനസ്സ് എന്തുകൊണ്ടാണ് നമ്മളെ ഇത്രത്തോളം ഭാരപ്പെടുത്തുന്നത്, നമ്മൾ ഇത്രത്തോളം ചില സമയത്ത് നമ്മളിങ്ങനെ സ്റ്റക്ക് ആക്കുന്നത്? നമ്മളെ ചില സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ? സാധാരണ നമ്മൾ നമ്മുടെ മനസ്സിനോട് യുദ്ധം ചെയ്യും. പക്ഷേ നമുക്ക് സ്നേഹത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മുടെ മനസ്സ് എന്താണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ തോട്ട്സും എല്ലാ ചിന്തകളും നമ്മൾ കോൺഷ്യസ്ലി ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുക. അതായത് ഈ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണം എന്ന് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അതിനെപ്പറ്റി ചിന്തിക്കുക. ഇനി അങ്ങനെ ചിന്തിക്കേണ്ട എന്ന് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളെ പോയി ആകുലതപ്പെട്ട് പോയി വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് നമ്മുടെ മനസ്സിനോടുള്ളത്. പക്ഷേ നമ്മുടെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും കോൺഷ്യസ്ലി ചൂസ് ചെയ്യപ്പെടുന്ന ഒന്നല്ല. അതുകൊണ്ട് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ് വന്നാലോ, അല്ലെങ്കിൽ ചില തോട്ട്സ് ഒരു ഓവർ തിങ്കിങ് എന്നുള്ള നിലയിലേക്ക് പോകുന്നുണ്ട്, നമ്മൾ ആ തോട്ട്സ് കാരണം ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ നമ്മൾ അത്രയും വീക്ക് ആണെന്നോ അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്നോ ഒന്നും അർത്ഥമില്ല. ഇത് നമ്മൾ കുറേയൊക്കെ നോർമലൈസ് ചെയ്യണം. അതായത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന തോട്ട്സ് തന്നെ വേണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. അൺവാണ്ടഡ് തോട്ട്സ് വരാം, അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ മനസ്സ് നമ്മളെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു നാച്ചുറൽ സെറ്റിംഗ്സിൽ ഉൾപ്പെട്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നമുക്ക് ഇന്ന് മുതൽ വിശ്വസിച്ച് തുടങ്ങാം. അനുസരണയുള്ള ഒരു കുട്ടിയായിട്ട് നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരു ആവശ്യവും നമ്മുടെ മനസ്സിനില്ല. അതായത് നമ്മൾ പറയുന്നു ആ ഒരു കാര്യത്തെപ്പറ്റി പേടിക്കേണ്ടതില്ല, ഈ ഒരു വിഷയം ഇനി ഓർമ്മിക്കേണ്ടതില്ല, ഇതിനെപ്പറ്റി ഇത്രയും ആഴത്തിൽ ചിന്തിക്കേണ്ടതില്ല, ആ ഒരു സംഭവത്തെയോ ആളെയോ പറ്റി ഓർത്ത് വിഷമിക്കരുത്, ഈ ഒരു കാര്യത്തിൽ എനിക്ക് ദേഷ്യം വരില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസ് നമ്മളൊരു AI ടൂളിന് കൊടുക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൽ കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ബിക്കോസ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തോർത്ത് വിഷമിക്കേണ്ട എന്ന് വെച്ചോ ആ ഒരു വിഷമത്തിന്റെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. എന്ത് കാര്യത്തെക്കുറിച്ച് പേടിക്കേണ്ട എന്ന് വിചാരിച്ചോ ആ ഒരു കാര്യം പേടിച്ച് ആങ്സൈറ്റിയുടെ പീക്കിലായിരിക്കും. ഏതൊരു ഓർമ്മയാണോ ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുക്കില്ല എന്ന് വിചാരിക്കുന്നത് ആ ഓർമ്മ തന്നെ വീണ്ടും നമ്മുടെ മനസ്സിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണ് സൈക്കോളജി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളോട് പറയുന്നത്. മൈൻഡ് ഒരു റിമോട്ട് കൺട്രോൾ മെഷീൻ അല്ല. ഒരു റിമോട്ട് നമ്മൾ കൈ പിടിച്ച് ഇങ്ങനെ അങ്ങനെ എന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചലിക്കുന്ന ഒന്നല്ല നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. നമ്മൾ ചൂസ് ചെയ്തില്ലെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ഓർമ്മ വരാം, പഴയ ഒരു കോൺവെർസേഷൻ വീണ്ടും റീപ്ലേ ചെയ്യാം, റീസെന്റ് ഉണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസിനെ ഒരു സ്പഞ്ച് പോലെ വലിച്ചെടുത്ത് അതിൻ്റെ ആ ഒരു വിഷമത്തിന്റെ തണുപ്പ് നമ്മളെ കാണിച്ച് അസ്വസ്ഥപ്പെടുത്താം.
ചിലപ്പോൾ ഒരു റീസണും ഇല്ലാതെ എന്തൊക്കെയോ വറീഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടി നമ്മൾ കടന്നു പോവാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ വീക്കാണ്, എൻ്റെ മനസ്സ് വേറൊരു രീതിയിലേക്ക് പോവാണ്, ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളെയും ഇതൊക്കെ ബാധിക്കുകയാണ് എന്നുള്ളത്. പക്ഷേ സയൻസ് പറയുന്നത് നമ്മുടെ മനസ്സ് നിരന്തരം നമ്മുടെ ജീവിതം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ചിലപ്പോൾ അതൊരു പഴയ ഓർമ്മയാകാം, റീസെൻ്റ്ലി സംഭവിച്ചിട്ടുള്ള നല്ലതോ ചീത്തയോ ആയിട്ടുള്ള ഒരു കാര്യമാവാം, നമ്മളെ ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ള ഒരു നിമിഷമാവാം, നമ്മൾ വേണ്ട എന്ന് വെച്ചൊരു കാര്യമാവാം. പക്ഷേ പിന്നെ ഈ ഓരോ കാര്യങ്ങളെയും പ്രോസസ്സ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ബ്രെയിൻ അങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെ? അപ്പൊ ഈ ബ്രെയിൻ നമ്മുടെ മനസ്സിനോട് പറയും ഈ ചിന്തകളെ എടുക്കുക, വീണ്ടും വിശകലനം ചെയ്യുക. നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിൻ ഓരോ നിമിഷവും ഓരോ പ്രഡിക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാലേ, ഇപ്പൊ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരുമ്പോൾ ഉടനെ നമ്മൾ ചിന്തിക്കും, അതെന്താ എനിക്ക് അങ്ങനെ തോന്നിയത്, ഞാനിപ്പോൾ എന്താ ഇങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിച്ചത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കും. ഇങ്ങനെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകളിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ ബ്രെയിനിൽ ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് തരത്തിലുള്ള ഒരു ഡേറ്റ പ്രോസസ്സിംഗ് ആണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്, ഈ പ്രോസസ്സിങ്ങിൽ നിന്നും ഏത് തരത്തിലുള്ള പ്രഡിക്ഷനിലേക്കായിരിക്കാം എൻ്റെ മനസ്സ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ചിന്തിച്ചില്ലേ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു, അതെന്തുകൊണ്ട് എന്നിലേക്ക് വീണ്ടും വന്നു, ഞാൻ എന്തുകൊണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു സെൽഫ് ജഡ്ജ്മെന്റ് ആണ് നമ്മൾ അവിടെ നടത്തുന്നത്. പക്ഷേ രണ്ടാമത്തെ രീതിയിൽ നമ്മുടെ ബ്രെയിൻ എന്താ ഇപ്പൊ നടക്കുന്നത്, നമ്മുടെ മൈൻഡ് ഇപ്പൊ ഏത് ഡേറ്റ ആണ്, എന്തിനു വേണ്ടിയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ അത് സെൽഫ് അവയർനെസ് ആണ്. അപ്പൊ സെൽഫ് ജഡ്ജ്മെന്റിൽ നിന്നും സെൽഫ് അവയർനെസ്സിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ, നമ്മൾ അറിയാതെ വിഷമിക്കുമ്പോൾ, നമുക്ക് പെട്ടെന്ന് ആങ്സൈറ്റി വരുമ്പോൾ, നമ്മൾ പേടിക്കുമ്പോൾ, നമ്മൾ ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മാത്രം എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ആയി, എനിക്ക് മാത്രം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള സെൽഫ് ജഡ്ജ്മെന്റ് മോഡിൽ നിന്നും എൻ്റെ ബ്രെയിനിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്, ഈ ഡേറ്റ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ സെൽഫ് അവയർനെസ് എന്നുള്ള ഒരു സോണിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈയും വന്നില്ല. ഉടനെ മൈൻഡ് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ് റിപ്ലൈ അയക്കാത്തത്, അവൻ അല്ലെങ്കിൽ അവൾ എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നോ, ഇനി തിരക്കായതുകൊണ്ടായിരിക്കോ, അതോ മനഃപൂർവ്വം നെഗ്ലക്ട് ചെയ്യാവുന്നതാണോ, ഇത്രയും സമയം ആരെങ്കിലും ഫോൺ നോക്കാതിരിക്കോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡ് ജനറേറ്റ് ചെയ്ത് തുടങ്ങും. 1000 ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുണ്ടെങ്കിലും ആക്ച്വലി എന്താ അവിടെ സംഭവിച്ചത്, ജസ്റ്റ് റിപ്ലൈ വന്നില്ല. ഇതാണ് ഉണ്ടായ ഒരു കാര്യം. പക്ഷേ ഈ ഒരു കാര്യത്തോട് അനുബന്ധിച്ച് കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു സ്റ്റെപ്പിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോറീസ് ഉണ്ടാക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ തോട്ടിനും നമ്മളൊരു ഇമാജിനറി സ്റ്റോറി കൊടുക്കാൻ തുടങ്ങും. അതായത് നമ്മളൊരു കഥ നമ്മളാൽ തന്നെ അങ്ങ് മെനഞ്ഞെടുക്കും, അല്ലെ? അതായത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും അനുഭവങ്ങളും നമ്മൾ കടന്നു പോകുന്ന ജീവിതവും പ്രോസസ് ചെയ്തെടുത്തതിന് ശേഷം അവിടെ ഒരു പ്രഡിക്ഷൻ നടത്തും. അതുകൊണ്ടാവാം ഇത്, അതിനാലാണ് ഇതിങ്ങനെ വന്നത് എന്നുള്ള പ്രഡിക്ഷൻ നടത്തിയതിന് ശേഷം ഇതിനൊരു മീനിങ് നൽകാൻ ശ്രമിക്കും. ഈ മീനിങ് നൽകുക എന്നുള്ളതാണ് നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന കഥ എന്ന് പറയുന്നത്. അതായത് ഈ റിപ്ലൈ വന്നില്ല എന്നതിന് നമ്മുടെ ബ്രെയിനിൽ പോസിബിലിറ്റീസ് വരും. ആ പോസിബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടോട്ടൽ കഥ മെനഞ്ഞെടുത്തിട്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ, അതായത് നമ്മുടെ മെസ്സേജിന് റിപ്ലൈ വന്നില്ല എന്നുള്ള ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്ത് മാറ്റും, കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് നമ്മുടെ ബ്രെയിൻ മാറ്റിയെടുക്കും. ദാറ്റ് മീൻസ് ഇവന്റ് എന്ന് പറയുന്നത് ഒരു കാര്യമാണ്, പക്ഷേ ആ ഇവന്റിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ചിലപ്പോൾ ഈ ഇവന്റുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഈ ഇന്റർപ്രിട്ടേഷന്. അതിനുശേഷം നമ്മുടെ ഇമോഷണൽ റിയാക്ഷനും മാറും. അതായത് നമ്മൾ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്തു, പിന്നെ കുറച്ച് പ്രഡിക്ഷൻസ് നടത്തി, പിന്നെ നമ്മൾ ഇമാജിനറി സ്റ്റോറീസ് ഉണ്ടാക്കാൻ തുടങ്ങി, അതിൽ നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോറിയിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതിനുശേഷം നമ്മുടെ ഇമോഷൻസ് മാറുന്നു. ഇനി നമുക്ക് മെസ്സേജിന് റിപ്ലൈ വന്നാലും നമ്മുടെ ഇമോഷണൽ റെസ്പോൺസും റിയാക്ഷനും എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇനി തുടർന്ന് അങ്ങോട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലുള്ള തോട്ട്സിനെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കിക്കാണാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചിരിക്കുക ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഈ തോട്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം ഫോഴ്സിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്ന്. അതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്ട്രെസ് സിസ്റ്റത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ത്രെറ്റ് സിസ്റ്റത്തെ പറ്റിയും മനസ്സിലാക്കിയിരിക്കണം. നമുക്ക്
ഈ ചിന്തകളും നമ്മൾ ഇമാജിൻ ചെയ്ത പ്രഡിക്ഷൻസും നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റോറീസും കാരണം നമ്മൾ ഓൾറെഡി സ്ട്രെസ്ഡ് ആയി കഴിയുന്നു. ഈ സ്ട്രെസ്ഡ് ആയി കഴിയുന്ന മൊമെന്റ് മുതൽ നമ്മുടെ മൈൻഡ് വളരെയധികം നോയ്സി ആയി മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഇത്രത്തോളം ശബ്ദമുഖരിതമാവുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നോക്കാം. വളരെ സാധാരണമായിട്ടുള്ള ഒരു ദിവസം ഇമാജിൻ ചെയ്യൂ. ഇന്ന് നമ്മുടെ മൈൻഡ് വളരെ ക്ലിയർ ആണ്, വളരെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ഒന്നും നമ്മൾ അലട്ടുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ, എല്ലാം ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാനും എല്ലാം മുന്നോട്ട് പോകാനും ഒക്കെ പറ്റുന്ന ഒരു ലെവലിലാണ് നമ്മുടെ മൈൻഡ് ഇപ്പോൾ ഉള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഫിക്സ് ചെയ്ത് ആ ദിവസം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, പതിയെ ശാന്തമായി തന്നെ വളരെ മന്ദഗതിയിൽ ആ ദിവസം പോകുന്നു, രാത്രിയാവുന്നു, നമ്മൾ ഉറങ്ങുന്നു, ആ ദിവസം തീരുന്നു. ഇനി മറ്റൊരു ദിവസം എടുക്കാം. ഈ ദിവസം ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുകയാണ്. ജോലിയിൽ ടെൻഷനുണ്ട്, ഫാമിലിയിൽ കുറേ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫിനാൻഷ്യലായിട്ട് നമ്മളിപ്പോൾ കുറച്ച് പ്രഷറിലാണ്. അതിൻ്റെ ഒപ്പം ഒരാളുമായിട്ടൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായി. നാളെ ചെയ്തു തീർക്കാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അലട്ടുന്നുണ്ട്. ഓൾറെഡി ഇന്ന് കുറച്ച് കാര്യങ്ങൾ പെൻഡിങ്ങിലും ആയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പോകുന്നു, നമ്മുടെ കൈ തട്ടി മറ്റെന്തൊക്കെയോ താഴെ വീഴുന്നു, അതെടുത്ത് വയ്ക്കാൻ പോകുമ്പോൾ നമ്മുടെ തല അവിടെ മുട്ടുന്നു. മൊത്തത്തിൽ ആകെ ഓരോരോ ചെറിയ കാര്യവും നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ ഒരാൾ വന്ന് എന്താ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നത് പോലും ചിലപ്പോൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തേക്കാം. മെസ്സേജിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പോലും നമുക്കൊരു ഹെഡ് ഏക്ക് തന്നേക്കാം. കുറച്ച് നാൾ കഴിഞ്ഞ് മാത്രം സംഭവിക്കാവുന്ന ചെറിയൊരു അൺസർട്ടനിറ്റി നമുക്ക് ആ സമയം മൈൻഡിൽ വലിയൊരു സ്ട്രെസ് ആയിട്ട് മാറിയേക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആദ്യം പറഞ്ഞ ദിവസത്തിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് വളരെ ലോ ആയിരുന്നു. രണ്ടാമത് പറഞ്ഞ ദിവസത്തിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് മീഡിയം ടു ഹൈ ആണ്. പിന്നെ അതിന്റെ അർത്ഥം നമ്മുടെ സ്ട്രെസ് ലെവൽ നമ്മുടെ ബ്രെയിനിന്റെ പ്രോസസ്സിങ്ങിനെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നതാണ്. ദ പോയിന്റ് ഈസ്, നമ്മുടെ ബ്രെയിൻ എല്ലായ്പ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സേഫ്റ്റിയാണ്, നമ്മളെ സേഫ് ആക്കി നിർത്തുക എന്നുള്ള ഒരു ഒറ്റ അജണ്ടയെ നമ്മുടെ മനസ്സിനുള്ളൂ. സോ പൊട്ടൻഷ്യൽ ഡേഞ്ചർ ഉണ്ടെന്ന് നമ്മുടെ ബ്രെയിൻ പെർസീവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അറ്റൻഷൻ കൂടുതൽ ത്രെറ്റ് റിലേറ്റഡ് ഇൻഫോർമേഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എല്ലാം എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യും, എങ്ങനെ ഇതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും, എങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റും, ഇതിന് എന്തെങ്കിലും ബോംവഴി ഉണ്ടോ, എപ്പോൾ ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരിക്കും, എപ്പോൾ എനിക്കൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. ഇത് നമ്മളെ ഒരുപാട് അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിലെങ്കിലും ഇത് നമുക്ക് യൂസ്ഫുൾ ആണ്. ബിക്കോസ് ചിലപ്പോൾ നമുക്കൊരു റിയൽ ഡേഞ്ചർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ്കോഴ്സ് അലേർട്ട് ആയിട്ടിരിക്കണം. നമ്മൾ ഓഫ്കോഴ്സ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേഫ് സോൺ കണ്ടുപിടിച്ച് നമ്മളെ സേഫായിട്ടും സെറ്റിലായിട്ടും നമ്മളെ ഇരുത്തണം. പക്ഷേ ഇവിടെ ഒരു ഡേഞ്ചർ ഉണ്ട്. എന്താണത്? നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച് ഫിസിക്കൽ ഡേഞ്ചേഴ്സിനെ മാത്രമല്ല, നാളെ എന്തെങ്കിലും സംഭവിക്കാനുള്ള ഒരു അൺസർട്ടനിറ്റിയെ കൂടി നമ്മുടെ ബ്രെയിൻ ഒരു ഡേഞ്ചറസ് സൈൻ ആയിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു കാര്യം കൊണ്ടാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒരു റെസ്റ്റ്ലെസ്നെസ്സും ഒക്കെ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. നാളെ രാവിലെ നിങ്ങൾ ശാന്തമായി എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു. ജോലി സ്ഥലത്ത് വെച്ച് ഒരാൾ നിങ്ങളോട് വന്ന് പറയുന്നു, വി നീഡ് ടു ടോക്ക്. അയാൾ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന്. എന്താണ് സംഭവിച്ചത്? ജസ്റ്റ് സംസാരിക്കണമെന്നേ അവർ പറഞ്ഞുള്ളൂ, അവർ പോയി. പക്ഷെ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? ഈ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് പോസിബിലിറ്റീസിനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്നെക്കുറിച്ച് ആരെങ്കിലും ചെയ്തോ, അല്ല എന്നോട് എന്താണ് പറയാനുള്ളത്, ഞാൻ ചെയ്ത വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കോ, എന്തായിരിക്കും എന്നാലും എന്നോട് പറയാനുണ്ട് എന്ന് പറഞ്ഞത്, എന്തുകൊണ്ടായിരിക്കും ആ സമയത്ത് പെട്ടെന്ന് പറയാൻ പറ്റാത്ത വിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും? പ്രഡിക്ഷൻസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് വളരെ കുറവ് മാത്രമാണ്. ജസ്റ്റ് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ള ചെറിയ ഇൻഫോർമേഷന്റെ ബലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്രയധികം പ്രഡിക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇവിടെ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഉള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ കുറവും, എന്നാൽ ഇവിടെയുള്ള അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലുമാണ്. എന്ത് തന്നെയോ ആകാം സംസാരിക്കാനുള്ളത്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ് എന്നുള്ളത്. സോ അൺസർട്ടനിറ്റിയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഹൈയും ആണ്. ദിസ് ഈസ് ദ പ്രോബ്ലം. സോ ഈ കിട്ടിയ ചെറിയ ഒരു ഇൻഫോർമേഷന്റെ ആ ഒരു സോഴ്സ് വെച്ചുകൊണ്ട് ഇത്രയധികം ഹൈ ലെവൽ ഗ്രാഫ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിനിന്റെ പ്രഡിക്ഷൻസ് കൊണ്ട് ഫില്ല് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ ഓവർ തിങ്കിങ്ങിന്റെ ഭാരം നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. കാരണം നമ്മുടെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ മൗണ്ടൻ പോലെ ആയിരുന്നു. സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞത് ചെറിയൊരു സ്റ്റോണും, എന്നാൽ അത് കാരണം ഉണ്ടായിട്ടുള്ള അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഒരു മൗണ്ടന്റെ അത്രയുള്ളതാണ്. സോ ഈ മൗണ്ടന്റെ അത്രയുള്ള അൺസർട്ടനിറ്റിയെ ഫില്ല് ചെയ്യാനുള്ള അത്രയും പ്രഡിക്ഷൻസ് നമ്മുടെ മനസ്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ബ്രെയിനിൽ ഒരു ആൽമണ്ടിന്റെ അത്രയും
ചെറിയൊരു സൈസിലുള്ള ഒരു ഭാഗമാണ് അമിഗ്ഡല എന്ന് പറയുന്നത്. ഈ അമിഗ്ഡല നമ്മുടെ ശരീരത്തിലെ ഒരു അലാമിംഗ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ എന്ന് എല്ലാ സമയവും ഇങ്ങനെ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് എന്തെങ്കിലും ഒരു ഡേഞ്ചർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെ സേഫ് ആക്കാൻ വേണ്ടി അലേർട്ട് ആയിട്ടിരിക്കുന്ന, ഹൈപ്പർ വിജിലന്റ് ആയിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ തലച്ചോറിലുള്ള അമിഗ്ഡല. അമിഗ്ഡല ത്രെഡ് ഡിറ്റക്ഷന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഇൻഫോർമേഷനെയും പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പ്രോസസ് ചെയ്യുന്ന ഇൻഫോർമേഷന് ഒരു ഇമോഷണൽ സിഗ്നിഫിക്കൻസ് നമ്മുടെ അമിഗ്ഡല നൽകും. വളരെ ക്വിക്കായിട്ട് പ്രഡിക്ഷനും സൊല്യൂഷനും എല്ലാം അവിടെ നടന്നിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളൊരു റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, പെട്ടെന്നൊരു വാഹനം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുന്നു. നിങ്ങൾ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് ഈ വാഹനം എത്ര വേഗത്തിലാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്, ഈ വാഹനം എന്നെ ഇടിക്കാനുള്ള സാധ്യത എത്രത്തോളം കൂടുതലാണ്, ഈ വാഹനം എന്നെ ഇടിച്ചു കഴിഞ്ഞാൽ എന്താകും, ഇടിക്കാതെ പോകാൻ പറ്റുമോ, ഇങ്ങനെ ഒന്നും നിങ്ങൾ അവിടെ ഇരുന്ന് വിശകലനം ചെയ്യാൻ പോകുന്നില്ല. മറിച്ച് വളരെ വേഗത്തിൽ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്തിരിക്കും. അങ്ങനെ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ നമ്മുടെ ബ്രെയിൻ മില്ലി സെക്കൻഡ്സിന്റെ വേഗതയിൽ ഇൻഫർമേഷൻ പാസ് ചെയ്ത് നമ്മുടെ ശരീരത്തെ അവിടെ നിന്ന് മൂവ് ചെയ്യിപ്പിക്കും. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ സർവൈവൽ. സോ നമ്മൾ എന്ത് വില കൊടുത്തും സർവൈവ് ചെയ്യിപ്പിച്ചേ പറ്റുകയുള്ളൂ. സോ അവിടെ വേറെ ഒരു തോട്ട്സിനും പ്രസക്തിയില്ല. വണ്ടി നമ്മുടെ ക്ലോസ് ആയിട്ട് വരുന്ന നിമിഷം നമ്മൾ ഇമ്മീഡിയറ്റ് ബോഡി റെസ്പോൺസ് കൊടുക്കും. അത് നമ്മളെ സർവൈവലിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളതുമായിരിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്കൊരു ഫിസിക്കൽ ഡേഞ്ചർ ഉണ്ട്. ആ ഒരു ഫിസിക്കൽ സേഫ്റ്റി നമുക്ക് അത്യാവശ്യമാണ്, അത് യൂസ്ഫുള്ളുമാണ്. നമ്മൾ അത്രത്തോളം പെട്ടെന്ന് നമ്മൾ അവിടെ ഒരു കാര്യം എടുക്കുമ്പോൾ. പക്ഷെ നമ്മുടെ ഇമോഷണൽ സ്ട്രെസ് ആൻഡ് ഇമോഷണൽ പ്രോസസ്സിങ് നടക്കുമ്പോൾ, അതായത് നമുക്കുള്ള ഫിസിക്കൽ ഡേഞ്ചർ അല്ലാത്ത ഏതൊരു ഡേഞ്ചറും പ്രോസസ്സ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഇങ്ങനൊരു തോന്നലുണ്ടാവും, എന്തോ ശരിയല്ല, എന്നാലും എന്തോ പ്രോബ്ലം ഉണ്ട്, പക്ഷെ എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടാവുകയില്ല. ഇതാണ് നമ്മുടെ റെസ്റ്റ്ലെസ്നെസ് ആയിട്ട് മാറുന്നത്. ഇനി മറ്റൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. എനിക്കറിയാം കാര്യങ്ങളൊക്കെ, പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല, എനിക്ക് കാമാവാൻ കഴിയുന്നില്ല, സമാധാനപ്പെടാൻ പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇന്റലക്ച്വലി അറിയാം ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്, ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ഡേഞ്ചറിലൊന്നും അല്ല, എല്ലാം കറങ്ങി തിരിഞ്ഞ് സെറ്റ് ആവും എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ബ്രെയിൻ ഇത് കേൾക്കുന്നില്ല. ഇതിനെപ്പറ്റി ഇത്രത്തോളം വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നുള്ള ഒരു ഫാക്ട് അവിടെ നിൽക്കവേ നമ്മുടെ ബ്രെയിൻ അത് ഒട്ടും മൈൻഡ് ചെയ്യാതെ ടെൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് ഒരു കാര്യം അറിയാം എന്നതും നമ്മൾ ഇമോഷണലി അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. മനസ്സിലായില്ലേ? നോയിങ് സംതിങ് intellectually and feeling it emotionally are not always same. നിങ്ങൾക്കറിയാം എല്ലാം ശരിയാവും, എല്ലാം ഓക്കെ ആകും, വറി ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. പക്ഷെ നമ്മുടെ മൈൻഡ് ടെൻസ്ഡ് ആണ്, നമ്മൾ ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കും, എന്ത് ചെയ്യുമ്പോഴും ഈ ചിന്ത തന്നെ വന്നുകൊണ്ടേയിരിക്കും. ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. മോർ ഓവർ നമ്മുടെ ബോഡിയെ നമ്മളൊന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കണം. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ ചെറുതായിട്ടൊന്ന് കാമായി നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ഒരു പീസ്ഫുൾ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞു. ഇത് രണ്ടും കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ് കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാൻ എന്താ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള സെൽഫ് ജഡ്ജ്മെന്റ് ക്വസ്റ്റിന് പകരം എൻ്റെ ബ്രെയിനിന് ഓവർ റിയാക്ട് ചെയ്യുന്ന തരത്തിലുള്ള സെൻസേഷൻസ് കൊടുത്ത ത്രെഡ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു സെൽഫ് അവയർനെസ്സിലേക്ക് എത്തിച്ചേരുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഓവർ തിങ്കിങ്ങും ഹെൽത്തി തിങ്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ ഓവർ തിങ്കിങ് കൂടുതലാകുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഒന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റെങ്കിൽ ഈ ചിന്തയാണ് എല്ലാത്തിനും കുഴപ്പം എന്ന് നമുക്ക് തോന്നും. പക്ഷെ ചിന്ത കുഴപ്പമല്ല, ചിന്ത നമ്മുടെ ഏറ്റവും വലിയ സേഫ്റ്റി നെറ്റ്വർക്ക് ആണ്. കാരണം നമുക്കൊരു പ്രോബ്ലം വരുന്നു, നമുക്ക് ഓപ്ഷൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കണം, ഇതിൽ ഏത് ഓപ്ഷനാണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളതെങ്കിൽ നമ്മൾ വീണ്ടും ചിന്തിക്കണം. ഇനി ഈ ചിന്തിച്ച് ഇതാണ് സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് മനസ്സിലാകുമ്പോൾ നമുക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അവിടെ നമ്മുടെ ചിന്ത വേണം. അപ്പോൾ തിങ്കിങ് അല്ല ഇവിടെ പ്രശ്നം. തിങ്കിങ് എന്ന് പറയുന്നത് ഹെൽത്തി ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെയും ജീവിച്ചത്. പക്ഷെ ഈ തിങ്കിങ് എപ്പോഴാണ് അൺഹെൽത്തി ആകുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ചിന്തകൾ അൺഹെൽത്തി ആകുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കൊരു പ്രോബ്ലം വന്നു, പോസിബിൾ ഓപ്ഷൻസ് നോക്കി ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ആ പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ കണ്ടുപിടിച്ച് ഡിസിഷൻ എടുത്തു. സോ ഇവിടെ നമ്മൾ അതിൽ നിന്ന് പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ സൊല്യൂഷൻ എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ട്രാവൽ ചെയ്തു, അല്ലേ? ദിസ് ഈസ് ഹെൽത്തി തിങ്കിങ്. പക്ഷേ നമുക്കൊരു പ്രോബ്ലം വന്നതിന് ശേഷം നമുക്ക് ചിന്തകളും വന്നു. പക്ഷേ ഈ ചിന്തകളൊന്നും നമ്മളെ അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാതെ ഈ പ്രോബ്ലത്തിന് ചുറ്റും തന്നെ നമ്മൾ കറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ
ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞതിന് ശേഷവും പോസിബിൾ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള യാതൊരു ഓപ്ഷനും കാണാതെ അതേ പ്രോബ്ലത്തിന് ചുറ്റും സ്റ്റിൽ നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് അൺഹെൽത്തി തിങ്കിങ്. ഈ അൺഹെൽത്തി തിങ്കിങ് തന്നെയാണ് നമ്മുടെ ഓവർ തിങ്കിങ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മളെ കഷ്ടപ്പെടുത്തുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതും റെസ്ലെസ് ആക്കുന്നതും നമ്മളെ സിക്ക് ആക്കുന്നതും എല്ലാം ഇത് തന്നെയാണ്. സോ നമ്മൾ ഈ ഒരു സെൽഫ് അവയർനെസ്സിലേക്ക് എത്തുക. നമുക്കൊരു പ്രോബ്ലം വരുന്നു, നമ്മൾ ചിന്തിച്ചേ പറ്റൂ. ചിന്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിന്തിച്ചതിന് ശേഷം ഇതേ പ്രോബ്ലത്തിന്റെ അതേ പോയിന്റിലാണോ നമ്മളുള്ളത്, അതോ സൊല്യൂഷൻ എന്നുള്ള ആ പോയിന്റിൽ നമ്മൾ എത്തിയോ, അത്ര ദൂരത്തേക്ക് സഞ്ചരിക്കാൻ ഈ ചിന്തകൾക്ക് ശേഷിയുണ്ടോ എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. ജഡ്ജ്മെന്റ് നിങ്ങൾ ചെയ്യരുത്. ബിക്കോസ് നമുക്ക് നമ്മളെ വേണം, നമുക്ക് നമ്മളെ ഉള്ളൂ, നമുക്ക് നമ്മൾ ഉണ്ടാവണം. സോ അവിടെ ഈ സെൽഫ് ജഡ്ജ്മെന്റിന്റെ ഒരു ആവശ്യവും ഇല്ല. ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഒരാളുമായിട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. ഹെൽത്തി വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് ഓക്കെ, അയാൾക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി, നമുക്ക് നാളെ അത് ഓക്കെ ആക്കാം. അതിനിടയ്ക്ക് നമുക്ക് ചിന്തിക്കാം എന്താണ് പോസിബിൾ റീസൺസ് എന്നുള്ളതും പോസിബിൾ സൊല്യൂഷൻ എന്നുള്ളതും. അതിനുശേഷം ആ പോസിബിൾ സൊല്യൂഷൻ നമുക്ക് നാളെ പ്രാക്ടിക്കൽ ആക്കാം. ഫൈൻ. തോട്ട് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഹെൽത്തി തോട്ടാണ്, ഹെൽത്തി തിങ്കിങ് ആണ്. ചിന്തകൾക്കൊരു ഡയറക്ഷൻ ഉണ്ട്, എങ്ങോട്ട് പോകണം എന്നുള്ള ഡയറക്ഷൻ ക്ലിയർ ആണ്. പക്ഷെ അൺഹെൽത്തി തിങ്കിങ് ആകുമ്പോൾ അയ്യോ എന്നാലും അവരങ്ങനെ വിചാരിച്ചല്ലോ, അവരിനി മറ്റാരോടെങ്കിലും പറയോ, അവർ ഫോർ എവർ അത് മനസ്സിൽ തന്നെ വെച്ചിരിക്കോ, അത് കാരണം എനിക്ക് ഇനി ബാക്കി പ്രശ്നങ്ങളുണ്ടാവോ, എൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവോ, എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രവൃത്തി ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആവില്ലായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചു എന്നുള്ള പ്രോബ്ലത്തിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നിട്ട് വാട്ട്സ് ദ പോയിന്റ്? അൺഹെൽത്തി തോട്ട്സ് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ചോദിക്കുക. ഓക്കെ, ഒരിക്കലും ഈ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എനിക്ക് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ വേർഡ് കഴിഞ്ഞ് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ആ ചോദ്യം കണ്ടിന്യൂ ചെയ്യരുത്. ആ ചോദ്യം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കണം, ഞാനിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈ സിറ്റുവേഷൻ എന്നെ ഈ പോയിന്റ് എന്ന് പറയുന്നത് പ്രോബ്ലം എന്നുള്ള ഈ ഒരു പോയിന്റിൽ നിന്നും സൊല്യൂഷൻ എന്നുള്ള ഈ ഒരു പോയിന്റിലേക്ക്, അതായത് ഇവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, അതോ എന്നെ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങി എന്നെ ഇവിടെ തന്നെ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇതാണ് നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. ഞാൻ ഇവിടെ നിന്നും ഇവിടെ എത്തിയോ, അതോ ഇവിടെ കിടന്ന് കറങ്ങുന്നോ? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ദിസ് ഇസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സൈക്കോളജിയിൽ റൂമിനേഷൻ എന്നൊരു വാക്കുണ്ട്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ റീപ്ലേ ചെയ്യില്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഒരു മൂവി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് ഒരു സീൻ വരുമ്പോൾ നമ്മളത് ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി കണ്ടു നോക്കും. അല്ലെങ്കിൽ നമ്മൾ അയച്ച ഒരു വോയിസ് നമ്മൾ തന്നെ 2-3 പ്രാവശ്യം വീണ്ടും റീപ്ലേ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കും. നമ്മളൊരു സോങ് കേട്ടു ഇഷ്ടപ്പെട്ടു, പിന്നെ നമ്മളൊരു 16 തവണ ആ സോങ് തന്നെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കില്ല. ഇതാണ് റൂമിനേഷൻ പ്രോസസ്സ്. നമ്മുടെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളെ നമ്മൾ റീപ്ലേ ചെയ്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. എന്നാലും അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആ ഒരാൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്തത്, ഈ ചോദ്യത്തിന് പിന്നിലുള്ള ശരിക്കുള്ള ഇൻറ്റൻഷൻ എന്തായിരിക്കും? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, കുറേ ചിന്തിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒരു അറ്റംപ്റ്റ് നടത്തുന്നതാണ്. ആ ഒരു സംഭവത്തെ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാനുള്ള അറ്റംപ്റ്റിനെയാണ് ഈ നമ്മുടെ ബ്രെയിൻ ഈ ഒരു റൂമിനേഷൻ പ്രോസസ്സ് വീണ്ടും ചെയ്യുന്നതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഒന്നുകൂടി റീപ്ലേ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരുമല്ലോ എന്നുള്ളത്. പക്ഷേ ലേണിംഗ് നടക്കുന്നു. ഓക്കെ, നിങ്ങളത് റീപ്ലേ ചെയ്യുന്നു. നിങ്ങൾ മൂവിയിൽ ഒരു സീൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞു, ഒന്നുകൂടി റീപ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി അത് ക്ലാരിറ്റി വരാനാണ് അല്ലേ? നിങ്ങളത് ഒന്നുകൂടി റീപ്ലേ ചെയ്തിട്ട് നിങ്ങളാക്കും, നിങ്ങൾക്കത് ക്ലിയർ ആയി, ഒക്കെ അത് തീർന്നു. പക്ഷെ നിങ്ങൾക്കത് ക്ലിയർ ആവുന്നില്ല. വീണ്ടും ആ സീൻ കഴിഞ്ഞു, നിങ്ങൾ വീണ്ടും റീപ്ലേ ചെയ്യുന്നു, വീണ്ടും അത് പാസ്സാവുന്നു, വീണ്ടും നിങ്ങൾ റീപ്ലേ ചെയ്യുന്നു, വീണ്ടും പോകുന്നു. ഇങ്ങനെ നമ്മളത് എന്താണ് നമുക്ക് പിടികിട്ടാതെ റീപ്ലേ ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? കാര്യമില്ല. ദാറ്റ് മീൻസ് ഒരു ലേണിങ്ങും നടക്കാതെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടും ഒരു ലേണിംഗ് അവിടെ ഇല്ല. പക്ഷേ ഈ റീപ്ലേയിങ് മാത്രം നടന്നുകൊണ്ടിരുന്ന ഇറ്റ്സ് യൂസ്ലെസ്. ഈ ഒരു റൂമിനേഷൻ കാരണമാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, എത്ര കിട്ടിയാലും ഞാൻ പഠിക്കില്ല, അതുകൊണ്ട് എനിക്കിങ്ങനെ വീണ്ടും സംഭവിക്കും, ഞാൻ ഇതേ ഗണിയിൽ വീണ്ടും വീഴും, ബിക്കോസ് എത്ര കിട്ടിയാലും ഞാൻ പഠിക്കില്ല. ദിസ് ഇസ് ദ തിങ്. റൂമിനേഷൻ ഈസ് ഹാപ്പനിങ്, ബട്ട് ദ തിങ് റൂമിനേഷൻ ഹാപ്പനിങ്, ബട്ട് വി ആർ ഓൾ ലേണിംഗ്. സോ അഗെയിൻ വി ആർ റിവോൾവിങ് അറൌണ്ട് ദ സെയിം പോയിന്റ്. ഇതിന്റെ നെക്സ്റ്റ് ഡയമെൻഷൻ നോക്കാം. അതായത് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഓവർ തിങ്കിങ്. വാട്ട് ഇഫ് എന്നുള്ള ക്വസ്റ്റ്യൻസ്. അയ്യോ, ഞാൻ ഫെയിൽ ആയാൽ എന്താവും, ഇൻ്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ എന്താവും, എൻ്റെ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞാൽ എന്താവും, ഇനി 2 years കൂടി ഞാൻ ഇതേ കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്താൽ എന്താവും, എക്സാമിന് ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ലെങ്കിൽ എന്താവും, എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താവും, സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ പ്രാക്ടീസ് തിങ് മറന്നുപോയാൽ എന്താവും. ഇങ്ങനെയുള്ള വാട്ട് ഇഫ് ക്വസ്റ്റ്യൻസ് ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട്.
ഓക്കെ, വാട്ട് ഇഫ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഓക്കെ ഇപ്പൊ അങ്ങനെ ആയ എന്ത് ചെയ്യും എന്നതിന് ശേഷം ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു ഓപ്ഷനോ, ഒരു ഓപ്ഷൻ ബി, എ ആൻഡ് ബി, അല്ലെങ്കിൽ ഒരൊറ്റ ഓപ്ഷൻ, ആ ഒരു പോയിന്റ് നിങ്ങൾ എത്തിയ ഓക്കെ ഫൈൻ, രക്ഷപ്പെട്ടു. കാരണം ഓക്കെ എനിക്കിപ്പോൾ ഈ എക്സാം ഞാൻ ഫെയിൽ ആയ എന്ത് ചെയ്യും, നോ പ്രോബ്ലം, ഞാനത് എഴുതിയെടുക്കും എന്നാൽ ഓക്കെ ഫൈൻ, ആ ഒരു പോയിന്റ് നിങ്ങൾ എത്തി. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ ഫെയിൽ ആയാൽ എന്താവും, വേറെ ഇന്റർവ്യൂ നോക്കും എന്നുള്ളൊരു പോയിന്റിൽ എത്തിയാൽ ഇറ്റ്സ് ഫൈൻ, ഇറ്റ് ഈസ് ഹെൽത്തി തിങ്കിങ്. നമ്മുടെ ഈ പോസിബിലിറ്റീസിനെ എല്ലാം അൺസർട്ടനിറ്റീസ് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നം. അതായത് നമുക്ക് എക്സാം വരാൻ പോകുന്നേ ഉള്ളൂ, ഈ എക്സാം വരുമ്പോൾ വാട്ട് ഇഫ് ഞാൻ ഫെയിൽ ആയാൽ നമുക്ക് എഴുതാം എന്നുള്ള രീതിക്ക് എടുത്താൽ ഇറ്റ്സ് ഹെൽത്തി. പക്ഷേ ഫെയിൽ ആയി കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി മീൻസ് എഴുതിയെടുക്കാന്നൊരു തിങ്കിങ് അല്ല നിങ്ങൾക്ക് വരുന്നത്. ഫെയിൽ ആയാൽ തീർന്നു, അല്ലെങ്കിൽ എനിക്ക് ആ ഇന്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ തീർന്നു, അല്ലെങ്കിൽ എൻ്റെ ഈ ജോലിയുടെ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഈ അൺസർട്ടനിറ്റി ആണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അൺസർട്ടനിറ്റി ആണ് നമ്മുടെ മനസ്സ് ഒരു ത്രെട്ടായിട്ട് എടുക്കുന്നത്. ആക്ച്വലി അൺസർട്ടനിറ്റി അല്ല നമ്മുടെ പ്രോബ്ലം, അൺസർട്ടനിറ്റി നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് ഒരു ഭീഷണിയായിട്ട്, നമ്മുടെ ഒരു ഡേഞ്ചർ ത്രെട്ടായിട്ട് നമ്മുടെ മൈൻഡ് എടുക്കുമ്പോൾ അതൊരു പ്രോബ്ലം ആയി കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, അതോ എൻ്റെ മനസ്സ് പ്രോസസ്സ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത് മാത്രമാണോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സെൽഫ് റിയലൈസേഷൻ അവിടെ ഉണ്ടാകും. ഒരു ചെറിയ സൈക്കോളജിക്കൽ ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. റൈറ്റ് നൗ, ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യൂ, ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യണം. ചെയ്തോ? ആ ചിന്തിച്ചത് എന്താണ് എന്ന് ഒന്ന് പറയാൻ ശ്രമിക്കൂ. ഇപ്പം നിങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പം നിങ്ങൾ പറയുന്നത് എക്സാമിന് ഞാൻ എന്തായാലും ഫെയിൽ ആവും, ഇങ്ങനെയാണ് നിങ്ങൾ എന്നോട് പറയാൻ ശ്രമിച്ചെങ്കിൽ അതൊരു ഫാക്റ്റ് ആയിട്ടാണ് നിങ്ങൾ പറയുന്നത്. എക്സാമിന് എന്തായാലും ഞാൻ ഫെയിൽ ആവും, ദാറ്റ്സ് എ ഫാക്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ മൈൻഡ് എക്സാമിന് ഫെയിൽ ആകും എന്നുള്ളൊരു തോട്ടാണ് ഇമാജിൻ ചെയ്തത്. there is a difference. ഫസ്റ്റ് നിങ്ങളൊരു ഫാക്റ്റ് ആയിട്ട് പറഞ്ഞു എക്സാമിന് ഞാൻ ഫെയിൽ ആകും എന്നുള്ളത്. പക്ഷെ സെക്കൻഡ് രീതിയിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ തോട്ട്സിന്റെ ഒരു ഒബ്സർവർ ആയിട്ട് മാറുകയാണ്. ആക്ച്വലി ഞാൻ നിങ്ങളോട് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട്. നിങ്ങൾ അത് ഇമാജിൻ ചെയ്തു. എന്താണ് എന്ന് പറയാനായിട്ട് ഞാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അതൊരു ഫാക്റ്റ് ആയിട്ടാണോ പറയുന്നത്, അതോ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലെ ചിന്തയെ ഒബ്സർവ് ചെയ്തതായിട്ടാണോ പറയുന്നത് എന്നുള്ളതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അവിടെയാണ് എല്ലാം ഇരിക്കുന്നത്. അതായത് നിങ്ങളൊരു ഫാക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ട്രസ്റ്റ് ചെയ്യാണ്, ഞാൻ എന്തായാലും അതിന് ഫെയിൽ ആകും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയണേ, എൻ്റെ മൈൻഡ് ഞാൻ എക്സാമിന് ഫെയിൽ ആകും എന്നുള്ള ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാന്ന് പറയുമ്പം യു ആർ ബിക്കമിങ് ആൻ ഒബ്സർവർ, റൈറ്റ്? ഈ ഒരു സൈക്കോളജിക്കൽ ട്രിക്കിനെ സൈക്കോളജിയിൽ തോട്ട് ഡിസ്റ്റൻസിങ് എന്നാണ് പറയുന്നത്. ഇന്നു മുതൽ നിങ്ങൾക്കിനി എന്തൊരു പ്രോബ്ലം വരുമ്പോഴും നിങ്ങൾ അതിനെ നിങ്ങളുടെ തോട്ട്സിന്റെ ഒരു ഒബ്സർവറായി മാറിയിട്ട് അതിനെ കാണാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്കൊരു ചിന്ത വരുമ്പോൾ ആ ചിന്ത നിങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഏറ്റെടുത്ത് അതൊരു ഫാക്റ്റായിട്ട് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ വിശ്വസിക്കുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ കാണുക, ആ തോട്ടിനെ ഒരു ഡിസ്റ്റൻസിൽ, ആ ചിന്തയെ ഒരു ഡിസ്റ്റൻസിൽ കണ്ടിട്ട് നിങ്ങളുടെ ബ്രെയിൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള അൺസർട്ടനിറ്റി ഒരുപാട് കുറഞ്ഞു വരും. കാരണം നമ്മുടെ ബ്രെയിനിന്റെ ജോലിയാണത് കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യുക, അൺസർട്ടനിറ്റിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അൺസർട്ടനിറ്റിയുടെ ആ മൗണ്ടൻ ഫില്ല് ചെയ്യുക എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ മൈൻഡിന്റെ ഒരു തോട്ടാണ്. ഇതിന് ഞാൻ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തോട്ട് ഡിസ്റ്റൻസിങ് നമ്മുടെ ലൈഫിൽ നിങ്ങളൊന്ന് പ്രാക്ടിക്കലാക്കി നോക്കിയാൽ ശരിക്കും ട്രസ്റ്റ് മീ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കാണാൻ ശ്രമിക്കണം. ചിന്തകൾ വരുമ്പോൾ ഈ ചിന്തിക്കുന്നതാണ് ഒരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് പോലെ ഇനി കരുതരുത്. മറിച്ച് ഈ ചിന്തകളോട് പ്രതികരിക്കുന്ന രീതി മാറ്റിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അതൊരു സ്കില്ലാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സ്കിൽസൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്കിൽസ്, അല്ലാതെ നമ്മൾ ബൈ ബർത്ത് കിട്ടുന്ന സ്കിൽസ് അല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. സോ നമുക്ക് ഇങ്ങനൊരു ചിന്ത നമ്മുടെ മൈൻഡ് ജനറേറ്റ് ചെയ്യുമ്പം എങ്ങനെ ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് വരേണ്ട ഒരു കഴിവാണിത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു കാര്യം ചിന്തിക്കരുത് എന്ന് ഫോഴ്സ് ചെയ്യണം നിങ്ങളുടെ മനസ്സിന്. പക്ഷെ 10 മടങ്ങ് ശക്തിയിൽ ആ കാര്യത്തെപ്പറ്റി നിങ്ങളുടെ ബ്രെയിനിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കൊരു 1000 തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണിത്? ചെറിയ എക്സാമ്പിൾ നോക്കാം, ഒരു എക്സ്പെരിമെന്റ് എക്സാമ്പിൾ നോക്കാം. നിങ്ങളൊരു പിങ്ക് കരടിയെ പറ്റി ഇപ്പം ചിന്തിക്കുകയേ ചെയ്യരുത്, ഓക്കെ? എന്നാലേ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിങ്ക് കളറിലുള്ള കരടിയില്ല, അത് ചിന്തിക്കരുത്, ഓക്കെ? ഫൈൻ. നിങ്ങൾ എന്തിനാ പിങ്ക് കളറിലുള്ള കരടിയെ പറ്റി ഇപ്പം ചിന്തിച്ചത്? ചിന്തിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലല്ല എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ ശരി, അപ്പോൾ പോട്ടെ, ചിന്തിച്ചു. പക്ഷേ സാരല്ല, നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലേ. പക്ഷെ ആ പിങ്ക് കരടി നടക്കുന്നതായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അതിൻ്റെ
മുഖം ക്ലോസപ്പ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് കാണുന്നതായിട്ടോ അതിന്റെ പല്ലുകൾ കാണുന്നതായിട്ടോ നിങ്ങൾ ചിന്തിക്കരുത്. അത് മതി. അതും ചിന്തിച്ചു അല്ലേ? ഡോൺ വെറി, ഇത് നിങ്ങളുടെ പ്രശ്നമല്ല. നമ്മുടെ മൈൻഡ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ഏതെങ്കിലും ഒരു രീതിയിൽ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അത് മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നു. ദിസ് ഈസ് വെരി സിമ്പിൾ. നമ്മളൊരു കാര്യം സപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒന്ന് മോണിറ്റർ ചെയ്ത് വെക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഫോഴ്സ്ഫുള്ളി എന്തിനെ പറ്റി ചിന്തിക്കരുതെന്ന് വിചാരിക്കുന്നു ആ കാര്യം നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വരുന്നത്. നമ്മുടെ ബ്രെയിനിന്റെ ഡിഫോൾട്ട് സിസ്റ്റം പ്രോസസ്സിങ്ങിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു പിങ്ക് കരടിയെ പറ്റി ചിന്തിക്കരുതെന്ന് പറഞ്ഞില്ലേ. രണ്ടാമത് പറഞ്ഞു പിങ്ക് കരടി നടക്കുന്നതോ ക്ലോസപ്പിൽ അതിന്റെ ഫേസോ പല്ലോ കാണുന്നതോ ചിന്തിക്കരുതെന്ന് പറഞ്ഞില്ലേ. ഇപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഈ ചിന്തകൾ വന്നു. അപ്പോൾ നിങ്ങൾ ഒരു ബ്രേക്കപ്പിന് ശേഷം നമ്മൾ അതേ വ്യക്തിയെക്കുറിച്ചൊക്കെ ആലോചിക്കില്ല ഇതുപോലെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സെൽഫ് അവയർനെസ്. ഓക്കെ, എനിക്ക് ആളെക്കുറിച്ചൊരു ചിന്ത വരുന്നുണ്ട്, ലെറ്റ് ഇറ്റ് ബി. ഫോഴ്സ് ചെയ്ത് അതിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ അതിനെ മോണിറ്റർ ചെയ്യുകയും അലർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മൾ അതിനെ ലെറ്റ് ഇറ്റ് ബി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എടുക്കുക. ഓക്കെ, മൈൻഡിലൊരു തോട്ട് വന്നു, ഫൈൻ, ഐ വിൽ ഫോക്കസ് ഇൻ സംതിങ് എൽസ്, ഐ ഹാവ് ടു ഫിനിഷ് സം അതർ വർക്ക് എന്നുള്ള ഒരു അപ്രോച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിലേക്ക് അതിൻ്റെ ശ്രദ്ധ കൊടുക്കും. ഇവിടെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ബ്രെയിന്, പക്ഷെ വളരെ ജെന്റിലായിട്ട് അറ്റൻഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഡൈവേർട്ട് ചെയ്യാണ്. ഈ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളത് ശരിക്കും റീഡയറക്ഷൻ കൂടിയാണ്. ദ പോയിന്റ് ഈസ്, നമുക്കൊരു തോട്ട് വരുമ്പോൾ ഫസ്റ്റ് അതിനെ ചെന്ന് അടിച്ചമർത്താൻ ശ്രമിക്കാതെ ജസ്റ്റ് ഒബ്സർവ് ദ തോട്ട്, ബി ജെന്റിൽ വിത്ത് ദ തോട്ട് ആൻഡ് ലെറ്റ് ഇറ്റ് സ്റ്റേ. അവിടെ ഇരുന്നോട്ടെ അത് എന്ന് വിചാരിക്കുക. എന്നിട്ട് വളരെ ജെന്റിലായിട്ട് മറ്റൊരു ആക്ടിവിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ആക്ടിവിറ്റിയിൽ നല്ല ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. സോ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി വളരെ ജെന്റിൽ വേയിൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. പതിയെ നമുക്ക് ഫസ്റ്റ് വന്ന തോട്ട് ഫേഡ് ആവും. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ വന്നാൽ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഒരാൾ വളരെ ട്രിഗറിങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അയക്കുകയാണ്. നിങ്ങളത് വായിച്ചു, ഇപ്പം തന്നെ 10 കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നി. കാരണം നിങ്ങളുടെ ബ്രെയിൻ പെട്ടെന്ന് ചിന്തിച്ചത് ആൾ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്തു. ഇത് ടോളറേറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല, എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ ഇതിന് മറുപടി കൊടുത്തേ പറ്റൂ എന്നുള്ളത്. ബട്ട് പോസ്, ടേക്ക് എ ബ്രീത്ത് ആൻഡ് ഒബ്സർവ്. എനിക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? എൻ്റെ ബ്രെയിൻ ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഉണ്ടായിട്ടുള്ള ഇമോഷൻ എന്താണ്? ഹേർട്ടാണോ, ഇൻസൾട്ടാണോ, ആങ്കർ ആണോ, സാഡ്നെസ് ആണ്? ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ സെൽഫ് റിയലൈസേഷൻ ആണ്. നമ്മളെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കുകയാണ്. നമ്മളൊന്നിനെ ഫോഴ്സ് ചെയ്യുന്നില്ല, നമ്മളൊന്നിനെ സപ്രസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കൺട്രോൾ വരും. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഒന്നിനും റെസ്പോൺസ് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ചായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നാൽ നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ പഠിച്ചു തുടങ്ങും. പക്ഷേ അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഇറ്റ് സ്റ്റാർട്ടഡ് ടു ലേൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്ത് തുടങ്ങും? മൈൻഡ് കുറച്ചൊക്കെ നമ്മളെ അനുസരിച്ച് തുടങ്ങും. ഇമോഷൻസ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ്, നിർദ്ദേശങ്ങൾ മാത്രമാണ്, അല്ലാതെ ഇൻഫോർമേഷൻ അല്ല. അതായത് നമുക്കൊരു മെസ്സേജ് കണ്ടിട്ട് പെട്ടെന്ന് ദേഷ്യം വന്നു എന്നുള്ളത് അത് നമ്മുടെ ബോഡിയിലെ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമാണ്. നെക്സ്റ്റിന് എങ്ങനെ പെരുമാറണം എന്നതിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, അല്ലാതെ അതൊരു ഇൻഫർമേഷൻ അല്ല. നമ്മളെപ്പോഴും ഇൻഫർമേഷൻ്റെ ബേസിസിൽ വേണം പ്രവർത്തിക്കാൻ, അല്ലാതെ നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൻ്റെ ബേസിസിലല്ല. ബിക്കോസ് എല്ലായ്പ്പോഴും എല്ലാ ഇൻസ്ട്രക്ഷനും കറക്റ്റ് ആവണമെന്നില്ല. കറക്റ്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ക്വിക്ക്ലി ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് ChatGPT ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇമേജോ ഒരു ഡേറ്റയോ റോങ് ആയി പോകുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം നമ്മളവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ ഇൻസ്ട്രക്ഷനിൽ എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റായ രീതിയിൽ ഇല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് റോങ് ആയിരിക്കും. നിങ്ങൾക്കൊക്കെ എത്രയോ അനുഭവം ഉണ്ടായിരിക്കും ജെമിനിയോ ChatGPT ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് റോങ് ആയിട്ട്. എന്നാൽ ചില സമയം വളരെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ എക്സ്പെക്ടേഷനെക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കാം. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ബിക്കോസ് സംടൈംസ് അതൊരു ഇൻസ്ട്രക്ഷൻ മാത്രമായി പോകുന്നതുകൊണ്ടും സംടൈംസ് ആ ഇൻസ്ട്രക്ഷനിൽ കറക്റ്റ് അളവിലുള്ള ഇൻഫർമേഷൻസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നത്. സോ നമുക്കൊരു ഇമോഷൻ വരുമ്പോൾ ആ ഇമോഷനും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു ഡിസ്റ്റൻസ്, ഒരു സ്പേസ് കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഈ ഒരു നിമിഷം തൊട്ട് തുടങ്ങാം. ഈ ഒരു വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഇമോഷൻ ആണോ വന്നത്
ആ ഇമോഷൻ വന്നിട്ട് അതിന് നോർമൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ടൈം സ്പാൻ ഉണ്ടായിരിക്കാം. ആ ടൈം സ്പാനെ കുറച്ചുകൂടി ഒന്ന് ഡിലേ ചെയ്യുക. ഇതൊന്ന് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വരുന്നതും നമ്മുടെ മൈൻഡിനെ കൺട്രോളിൽ നിർത്താൻ കുറേ ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ബ്രെയിനിനെ കൺട്രോളിൽ നിർത്താൻ നമ്മുടെ ബോഡിക്ക് എത്രത്തോളം പങ്കുണ്ട്? ഇത്രയും നേരം നമ്മൾ നമ്മുടെ തോട്ട്സിനെ പറ്റിയിട്ടും ഇമോഷൻസിനെ പറ്റിയിട്ടുമാണ് സംസാരിച്ചത്. ഇനി ഈ തോട്ട്സിൻ്റെയും ഇമോഷൻസിൻ്റെയൊക്കെ നമ്മുടെ ഈ ശരീരത്തെ പറ്റി നമുക്ക് സംസാരിക്കണ്ടേ? സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അവർ ബോഡി. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ മൈൻഡ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയറും ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയറുമാണ്. ഇത് ഒന്നിച്ചാണ് ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും പ്രവർത്തിക്കുന്നത്. ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ, അല്ലേ? അതുപോലെ തന്നെ ഈ എൻ്റയർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോഡിയാണ്. ഈ ബോഡി ഇല്ലെങ്കിൽ ഈ പറയുന്ന ഹാർഡ്വെയറിനും സോഫ്റ്റ്വെയറിനും ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മസിൽസ് ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ ഈ ചെസ്റ്റിൽ വല്ലാത്തൊരു ടൈറ്റ്നെസ്സും ഹെവിനെസ്സും ഒക്കെ അനുഭവപ്പെടും. നമുക്ക് വല്ലാതെ ഹെഡ്നെസ് ഫീൽ ചെയ്യും. നമ്മുടെ ഈ ചെവികൾക്കുള്ളിൽ ഒരു വലിയ ബീപ്പ് സൈറൗണ്ട് അല്ലെങ്കിൽ ഒരു കീ സൗണ്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. നമ്മുടെ കൈകാലുകൾ കുറച്ച് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നത് പോലെ ഫീൽ ചെയ്യും. നമ്മുടെ ഹാർട്ട് ബീറ്റ്സിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവാം. നമ്മുടെ ബ്രീത്തിങ് പാറ്റേണിൽ മാറ്റം ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ഈ ബോഡി വളരെ എക്സോസ്റ്റഡ് ആണ്, പക്ഷേ മൈൻഡ് ഓൺ ആയിരിക്കും. എന്നാൽ മൈൻഡ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നോ ഉണ്ടാവില്ല. ബിക്കോസ് നമ്മുടെ ബോഡി ഭയങ്കര വീക്കായിരിക്കും. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി, എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള മോട്ടിവേഷൻ കിട്ടിയാൽ മാത്രം മതി എന്നല്ല ചിന്തിക്കേണ്ടത്. ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള മോട്ടിവേഷനൊക്കെ നമുക്ക് വർക്ക് ആവണമെന്നുണ്ടെങ്കിലും നല്ല പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് വേണം, നമുക്ക് ഇനഫായിട്ടുള്ള ആഹാരം വേണം, നമ്മൾ നന്നായി വെള്ളം കുടിച്ചിരിക്കണം, നമ്മൾ നല്ല ഹൈജീന് ആയിരിക്കണം. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു ദിവസം നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ഒട്ടും ഉറക്കം കിട്ടിയില്ല. പിറ്റേ ദിവസം നിങ്ങൾക്ക് രാവിലെ തന്നെ ഒരു ക്രിറ്റിസിസം കിട്ടി. അടുത്ത ദിവസം നിങ്ങൾ ചിലപ്പം ഇഗ്നോർ ചെയ്യാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ആ ഉറക്കം ശരിയാവാത്ത ദിവസം നിങ്ങൾക്കതൊരു വലിയ പ്രശ്നമായിരിക്കും. കാരണം നിങ്ങൾക്കത് ഇഗ്നോർ ചെയ്യാനും പറ്റില്ല, നിങ്ങളെ അത് വല്ലാതെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യും. വൈ? ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്രിറ്റിസിസം മാത്രമല്ല, നിങ്ങളെ എക്സോസ്റ്റഡ് ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു അടിയായിട്ടാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അന്ന് നന്നായിട്ട് ഉറങ്ങി, നല്ല ഉറക്കം കിട്ടി, രാവിലെ നന്നായി ഫ്രഷപ്പ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടാതിരുന്ന സാഹചര്യത്തിൽ കിട്ടിയ ആ ഇമ്പാക്റ്റ് ആയിരിക്കില്ല ഞാൻ പറഞ്ഞതുപോലെ നന്നായി ഉറങ്ങി നല്ല ഫ്രഷ് ആയിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്ത ആൾക്ക് ഈ സെയിം ക്രിറ്റിസിസം കിട്ടുമ്പോൾ. ഇത് നിന്നിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ബോഡി അത്രത്തോളം വെൽ ഗ്രൂംഡ് ആണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ നല്ല വൃത്തിയും വെടിപ്പുമായിട്ട് കുളിച്ച് ഫ്രഷായി നല്ല ഡ്രസ്സിട്ട് നമ്മൾ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ദിവസത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഇതുപോലെ നല്ല ഉറക്കം കിട്ടാതെ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാതെ ഉള്ള നമ്മൾ നന്നായിട്ട് കുളിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ ഹൈജീൻ റിലേറ്റഡ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഡേയിൽ നമുക്ക് കിട്ടുന്നതും ഇതെല്ലാം കിട്ടിയ ദിവസം കിട്ടുന്നത് നമ്മുടെ ഡിഫറൻസ് ഉണ്ട്. സോ നമ്മുടെ ബോഡിയെ നമുക്ക് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ മൈൻഡോ കയ്യിൽ നിൽക്കുന്നില്ല, പോട്ടെ, ബോഡി നമ്മുടെ കയ്യിൽ നിൽക്കുമല്ലോ. ബോഡി ഈ മൈൻഡിൻ്റെ അത്രത്തോളം നമ്മളായിട്ട് കഷ്ടപ്പെടുത്താറില്ലല്ലോ. ഇത് നിങ്ങൾ ലൈഫിലൊന്ന് പ്രാക്ടിക്കലാക്കാൻ ശ്രമിച്ചു നോക്കൂ, നിങ്ങളത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളെ മറ്റുള്ള ആളുകൾ കീഴ്പ്പെടുത്തണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണം, മറ്റുള്ളവർ നമ്മളെ കേൾക്കാൻ തയ്യാറാവണം, നമ്മൾ എന്താണെന്ന് അവരെ അറിയണം, നമ്മളോട് സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞു തരണം, നമ്മളെ അടുത്തിരുന്ന് നമ്മുടെ ഒന്ന് ഷോൾഡറിൽ തട്ടി നമുക്ക് സമാധാനത്തോടെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ആളുകളും ബന്ധങ്ങളും നമുക്ക് ചുറ്റും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? അതേ അപ്രോച്ച് നമ്മളും നമ്മുടെ മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല, നമ്മുടെ മനസ്സിൽ പ്രശ്നങ്ങളാണ്, നമ്മുടെ മനസ്സ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് നമ്മുടെ മനസ്സ് ഭാരമായിട്ടൊക്കെ തോന്നും. ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ ഒരു അപ്രോച്ച് എടുക്കുക. ഞാൻ ഫോഴ്സ്ഫുള്ളി അതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്നെ കീഴ്പ്പെടുത്താൻ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ അതിനെ സപ്രസ് ചെയ്യാനോ വേദനിപ്പിക്കാനോ ഐസൊലേറ്റ് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല, അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ സ്നേഹത്തോടെ അതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എൻ്റെ മനസ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്താണ് ത്രെറ്റ് ഫീച്ചേഴ്സ് എന്ന് മനസ്സിലാക്കാൻ ഒന്ന് എഴുതി നോക്കാം, എനിക്കൊരു ക്ലാരിറ്റി വരുത്താം, ഞാൻ എൻ്റെ ബ്രെയിനിൻ്റെ കൂടെ നിൽക്കാം. നെക്സ്റ്റ് ടൈം എനിക്കൊരു പ്രോബ്ലം വരുമ്പോൾ എൻ്റെ തിങ്കിങ് ഓപ്ഷൻസിലേക്ക് എൻ്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് വരാം. പോയിന്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്നുള്ള പോയിന്റിൽ നിന്നും ഇപ്പുറത്തുള്ള സൊല്യൂഷൻ എന്നുള്ള പോയിന്റിലേക്ക് ഞാൻ എത്തിയോ, അതിനെൻ്റെ മൈൻഡ് കഴിഞ്ഞോ എന്ന് നോക്കാം. കഴിഞ്ഞില്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ എൻ്റെ ബ്രെയിനെ സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ ഞാൻ ആ പ്രോബ്ലത്തിന് ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിക്ക് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണ് എൻ്റെ തോട്ട്സ് ഉള്ളെങ്കിൽ ഞാൻ അവിടെ സപ്പോർട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ അപ്രോച്ച് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിൽ നിൽക്കും. പിന്നെ ഒന്നും ഒരു ഓവർനൈറ്റ് പ്രോസസ്സ് അല്ല. ഓക്കെ, ഞാൻ ഇന്ന് അങ്ങനെ ചെയ്ത് നാളെ റെഡി ആവും, അങ്ങനെയല്ല. നമുക്ക് ഈ വെയിറ്റ് കൂടുന്നില്ല,
വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദിവസം നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചാൽ ആർക്കും പെട്ടെന്ന് വെയിറ്റ് കൂടുക, ഒബസിറ്റി വരിക ഒന്നുമില്ല. ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. ഇത് നമ്മൾ നിരന്തരം നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കിയിട്ട് ഗ്രാജുവലി ആണ് നമുക്ക് ഒരു ഫൈൻഡ് നമ്മൾ ആണ് റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ എനിക്ക് ഇത്രയും വെയിറ്റ് ഗെയിൻ ആയി. ഇനി ഈ വെയിറ്റ് ലോസ് ചെയ്യണം. വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സസൈസും ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ വെയിറ്റ് ലോസ് ഒന്നും ആവില്ല. ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. ഇനി ഈ വെയിറ്റ് ഗെയിൻ ഒരാളിൽ ഉണ്ടാവുന്നതും വെയിറ്റ് ലോസ് ഉണ്ടാവുന്നതും മറ്റൊരാൾക്ക് ഉള്ളതിനേക്കാൾ ഡിഫറെൻറ്റാണ്. വേറൊരാൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നതും വെയിറ്റ് ലോസ് ഉണ്ടാകുന്നതും വേറൊരു പാറ്റേണിലായിരിക്കും, നമുക്ക് വേറൊരു പാറ്റേണിലായിരിക്കും, ഇപ്പുറത്തെ ഒരാൾക്ക് വേറൊരു പാറ്റേൺ ആയിരിക്കും അല്ലേ. അതുപോലെ നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അല്ലേ. അപ്പം നമ്മൾ സമയമെടുത്ത് കാമായിട്ട് നമ്മുടെ പരമാവധി സപ്പോർട്ട് നമുക്ക് കൊടുത്ത് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മൈൻഡിനെയും തോട്ട്സിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും ഈ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ നിന്നും ഇപ്പോൾ കാര്യങ്ങളൊക്കെ എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നുണ്ട്, എനിക്കിപ്പോൾ സമാധാനം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Stay tuned.